മലയാളികളെ മനസ്സു നിറഞ്ഞു ചിരിപ്പിച്ച ഗോഡ്ഫാദർ 25 വർഷം പൂർത്തിയാക്കുന്നു. 1991 നവംബർ 15 കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ഈ ചിത്രം ഇന്നത്തെ വമ്പൻ റെക്കോർഡുകളെയും മറികടക്കുന്ന വിജയമാണ് കാൽനൂറ്റാണ്ട് മുൻപ് സ്വന്തമാക്കിയത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സൃഷ്ടിച്ച സംവിധാന ജോഡിയായ സിദ്ദിഖ് ലാലിന്റെ എഴുത്തിലും സംവിധാനത്തിലും ഒരുങ്ങിയ ഗോഡ്ഫാദർ ഇന്നത്തെ പുതുതലമുറയ്ക്കും പ്രിയങ്കരമാണ്. എന്താണാവോ മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയില്? പാവങ്ങളാണ്ട് നീയല്ലടാ പറഞ്ഞ ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ചെല്ലേ അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ട് വാ. ചെറുക്കനെ കൊണ്ടുപോകാമെന്നാണല്ലേ? നടക്കൂല മുതലാളി. നടക്കൂലേ? അയ്യോ, എന്നാ ഞങ്ങൾ തോളത്തെടുത്തുകൊണ്ട് പോവാം. നീ എടുക്കോടാ, ഇവിടുത്തോളാന്ന്. ഏയ്, അവനെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകില്ല. കൊണ്ടുപോകും മുതലാളി. ഇത് കടപ്പുറമാണ്. ഇത് കടലിൽ നിന്ന് മീൻ മാറണ കയ്യും നാറും. ഇത് ഞാൻ ചന്തി കരുതുന്ന കയ്യാ. നിന്നെ നാട്ടാൻ ഇത് മതി. ഏതൊരു സിനിമയും നമ്മൾ ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്ന ആ സമയം അല്ലെങ്കിൽ ആ സമയത്ത് വരുന്ന ഓഡിയൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. അത് സക്സസ് ആകുക എന്നുള്ളത് മാത്രമാണ് അന്ന് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ചില സിനിമകൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. അത് കാലങ്ങൾക്കപ്പുറത്തേക്ക് വരും. അപൂർവം ചില സിനിമകൾ അങ്ങനെ വരുള്ളൂ. അതിൽപ്പെട്ടതാണ് ഈ ഗോഡ്ഫാദറും റാംജി റാവുവും ഹരിഹർ നഗറും ഒക്കെ. അതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയില്ല ഇതൊക്കെ പിന്നീട് ഇതൊരു മലയാള സിനിമയുടെ ചരിത്രമാകാൻ പോവുകയാണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കഥയെ ഏറ്റവും രസകരമായി കറക്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഒക്കെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുമ്പോഴാണ് അത് ഈ പറയുന്ന എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് വരുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ആക്സെപ്റ്റൻസ് കിട്ടാനുള്ള പ്രധാന കാരണങ്ങളൊന്നും അതിൻ്റെ കാസ്റ്റിങ്ങാണ്. തിലകൻ ചേട്ടൻ മുതൽ മുകേഷ് വരെയുള്ള ഈ തടിമാടന്മാരായ മക്കളെ വരച്ച വരയിൽ നിർത്തുന്ന ഒരു അച്ഛൻ എന്ന് പറയുന്ന ശാരീരികമായി വളരെ ദുർബലനായ എന്നാൽ മാനസികമായി വളരെ ശക്തനായ ഒരു കഥാപാത്രം പിള്ളസാർ. ആ പിള്ളസാറിൻ്റെ വരവാണ്, അല്ലെങ്കിൽ പിള്ളസാർ ഈ സിനിമയിലേക്ക് വന്നതോടുകൂടിയാണ് ഈ സിനിമയ്ക്ക് ഒരു വല്ലാത്ത ഒരു തലത്തിലേക്ക് ഇത് ഉയർന്നത്. മുതലാളി, ഞങ്ങളെ 500 മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം മുതലാളി. രക്ഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരണോ? കേറി വാ. ദേവന്ന് വെച്ചിട്ടേക്ക് വരണു. അപ്പൊ അടച്ചു കൂട്ടിയോ? ഇനി പോകാൻ പരിപാടിയില്ലേ? എന്താടാ കാര്യം? 500 മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. അതെന്താ ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചാത്തോ? കാര്യം പറയടാ. പിള്ളസാറ് അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചിട്ട് വളരെ ഡിപ്രഷനിൽ നിൽക്കുന്ന, ഡിപ്രസ്ഡായിട്ട് വളരെ ഡള്ളായിട്ട് ഇരിക്കുന്നൊരു സമയത്താണ് ഈ സിനിമ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടനോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ കുട്ടൻ പറഞ്ഞു ഒരിക്കലും അച്ഛനത് ചെയ്യില്ല, കാരണം അച്ഛൻ വല്ലാത്ത ഒരു അവസ്ഥയിലാണിപ്പോൾ. അമ്മ മരിച്ചു എന്ന് പറയുന്നത് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി കുട്ടൻ ഈ കഥയൊന്ന് കേട്ടിട്ട് ഇത് അച്ഛന് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അച്ഛനാണിത് ചെയ്യേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട എന്നാണ്. അങ്ങനെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ കുട്ടൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇത് അച്ഛൻ ചെയ്തിരിക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാം എന്നാണ്. പിന്നെ നിരന്തരമായിട്ട് കുട്ടൻ പിള്ളസാറിനോട് ഇതിങ്ങനെ പറയും, പിള്ളസാർ ചീത്ത പറയും. കുട്ടൻ ഇന്നെ ചീത്ത പറഞ്ഞു, സാരമില്ല ഞാൻ പിടിക്കാം. പലപ്പോഴായിട്ട് പറഞ്ഞ് കുട്ടൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ കുട്ടൻ പറഞ്ഞു അച്ഛാ ആ കഥയൊന്ന് കേൾക്കുക, എൻ്റെ കൂട്ടുകാരാണ്, അവർ വിളിക്കുന്നു, അവർ പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റില്ല എന്ന്. അച്ഛൻ കഥ കേട്ടിട്ട് കൊള്ളില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, ഞാൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളില്ല എന്ന് പറയും, വരാൻ പറ. അങ്ങനെ ഞങ്ങൾ ചെല്ലുകയും ഞാനും ലാലും പ്രൊഡ്യൂസർ അപ്പച്ചനും കൂടി ചെന്ന് ഞങ്ങൾ കഥ പറഞ്ഞു.
കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ കഥയിൽ ഞാൻ എന്തിനാണ്, ഞാൻ തന്നെ അഭിനയിക്കണമെന്ന് നിങ്ങളെന്താ ഇത്ര നിർബന്ധം, ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കൂട്ടന് ഇത്ര പ്രഷർ കൊടുക്കുന്നത് എന്തിനാണ്, ഞാൻ തന്നെ വേണമെന്ന് എന്താ ഇത്ര. ഞാൻ പറഞ്ഞു, ഇത് ശാരീരികമായിട്ട് വലിയ ശക്തനല്ല ഈ കഥാപാത്രം, പക്ഷേ മാനസികമായിട്ട് വളരെ സ്ട്രോങ് ആണ്. മക്കൾ, ഈ തടിമാടന്മാരായ മക്കളെ ഇങ്ങനെ വിരലിനറ്റത്ത് നിർത്തുന്ന ഒരച്ഛനാണ്, അത്രയും ശക്തനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം മതി മക്കൾ മാത്രമല്ല ആ പരിസരത്തുള്ളവർ മൊത്തം അടങ്ങും. അതാണ് ഈ 500 എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്നിൽ അങ്ങനെ ഒരു ശക്തനായ കഥാപാത്രത്തെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റി? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഈ സിനിമയിൽ സാറിൻ്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരുപാട് ഇൻസിഡൻസ് ഇല്ല, ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ സാറിന് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സാറ് നാടകത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഇമേജുണ്ട്, വളരെ ശക്തനാണ് പിള്ള സാറ്, എന്തും ആരുടെ മുന്നിലും വെട്ടിത്തുറന്ന് പറയും, ഒരാളുടെ മുന്നിലും തലകുനിക്കാത്ത, പേടിയില്ലാത്ത ഒരാളാണ് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. നാടകത്തിലൂടെ സാറുണ്ടാക്കി ആ ഇമേജ് ഞങ്ങൾക്ക് വലിയ പ്ലസ് ആവും. സാറിനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സാറ് ഭയങ്കര ശക്തനാണെന്ന്. ഒരു ഒറ്റ ചിരിയാണ്. ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു ലോജിക്ക് എനിക്ക് ഇഷ്ടമായി, ഞാൻ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു. ഈ 500 ആനെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി, ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയത് ഞാൻ തുപ്പിയത്, അത് നീ എന്റെ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട് അത് നീ തുപ്പടുത്തോന്ന് കോണാമ്പി പോലെ വായ പൊളിച്ചിരുന്നിട്ടല്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്ന ചെവിയേക്കൂല മുതലാളി. കേട്ടിട്ട് എന്തിനാ മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാണോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഞാൻ ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇത് ഗോഡ് ഫാദറിലെ രാമഭദ്രൻ എന്ന് പറയുന്നത് അതൊരു ഹീറോയുടെ സ്വപ്ന റോളാണ്. ഏത് ഭാഷയാണെങ്കിലും ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാൾ ഇങ്ങനൊരു റോള് കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ള ഒരു സ്വപ്നമാണത്. അതായത് അതിനകത്ത് എല്ലാ മേഖലകളിലും രാമഭദ്രൻ ടച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഭയങ്കരമായ സീരിയസ് രംഗങ്ങളുണ്ട്. സ്വന്തം ജ്യേഷ്ഠനെ മുമ്പിലിട്ട് അച്ഛൻ അടിക്കുമ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് അച്ഛൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന മക്കളെയാണോ വേണ്ടത് അതോ ഗുണ്ടകളെയാണോ വേണ്ടത് എന്ന് ചോദിക്കുന്ന, ആദ്യമായിട്ട് ഗോഡ് ഫാദർ എന്ന് പറയുന്ന 500 മുഖത്ത് നോക്കി ചോദിക്കുന്നത് രാമഭദ്രനാണ്. ബാക്കിയുള്ള മക്കൾക്കൊക്കെ പേടിയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഹ്യൂമറസ് സിറ്റുവേഷൻസ് ഉള്ളൊരു സിനിമ വളരെ അപൂർവമാണ്, കഥാപരമായിട്ടുള്ള ഹീറോ. എന്തോന്നാടാ ചാവമേ? ഇട എഴുന്നേക്കാൻ, ആ പെണ്ണ് വരുന്നു. പെണ്ണ? ഏത് പെണ്ണ്? അവള്, ആ മാലു. അവളിപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന്. എഴുന്നേക്കാൻ. എഴുന്നേക്കാന്റെ മുണ്ടവിടെ? മുണ്ടില്ലേ? അയ്യേ, നീ കട്ടിലടി ഉണ്ടോ നോക്ക്. ഉണ്ടുണ്ട്. എളുപ്പം. ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? ഓ ഐ സീ. നിൽക്കണവിടെ. സോറി, അതല്ല, ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ, അപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ മക്കളും ഈ പുതിയ തലമുറയിലുള്ള എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഗോഡ് ഫാദർ TV വന്നു. അപ്പോൾ ഞാൻ നിർബന്ധപൂർവ്വം പറഞ്ഞ് എൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഒന്ന് കാണണം. അപ്പോൾ സിനിമയൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതായിരിക്കും, ഇൻട്രൊഡക്ഷൻ കാണണം, എനിക്ക് അതിനെപ്പറ്റി ഒരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പം പിള്ളച്ചേട്ടൻ ഫോൺ ചെയ്യാണ്, ലോ കോളേജ് ഹോസ്റ്റലിലാണ്. ഫോൺ വരുന്നു, ആരോ വന്ന് പറയുന്നു രാമഭദ്രനൊരു ഫോണുണ്ട്. അപ്പം ഞാനൊരു സിഗരറ്റും കത്തിച്ചുകൊണ്ടാണ് വരുന്നത്. കത്തിച്ചുകൊണ്ട് വന്നിട്ട് ഫോൺ എടുത്ത് യെസ് എന്ന് പറയുമ്പോൾ അവിടെ നിന്നുണ്ട് രാമഭദ്രനാണോ എന്ന് ചോദിക്കും. പെട്ടെന്ന് എൻ്റെ ആ ഒരു ആക്ഷൻ, പ്രസൻസ് ഓഫ് മൈൻഡ്, എൻ്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ പുക ഇങ്ങനെ അപ്പോൾ ഫോണിൽ കൂടെ ഒരിക്കലും അച്ഛൻ സിഗരറ്റ് വലിക്കുകയാണെന്ന് അറിയത്തില്ല, പുക കാണത്തില്ല അച്ഛൻ. പക്ഷേ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് അച്ഛൻ, ആ ഒരൊറ്റ ആക്ഷനിൽ തന്നെ അച്ഛനോടുള്ള ഭയങ്കരമായ ബഹുമാനവും ഭയവും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം പുക ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ടാണ് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത്.
അപ്പോൾ ഇവരെല്ലാവരും ചോദിച്ചു എന്താണിത് ഇന്നത്തെ പറയാനുള്ള എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ ഇംപ്രവൈസ് ചെയ്തതാണ്, ഇതിനകത്ത് എഴുതിയതല്ല, അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചതാണ്. യെസ്, രാമഭദ്രൻ ഹിയർ. നീ എന്താ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട് മതിയടാ. പോയില്ല, ഉച്ചയ്ക്ക് പൊക്കോളാം. വേണ്ട, നീ ഇങ്ങോട്ട് വന്നാ മതി. ഇല്ലച്ചാ, ഉച്ചയ്ക്ക് തീർച്ചയായിട്ടും പൊക്കോളാം. അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന്. ആണോ? എങ്കിൽ ഞാൻ ദേ അവിടെ എത്തി.